സുഹൃത്തുക്കളെ നമസ്കാരം. ഈ വീഡിയോയിൽ ശബരിമല യാത്രയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശബരിമലയിൽ ആദ്യമായിട്ട് പോകുന്നവർക്കും അതുപോലെ തന്നെ ശബരിമലയിൽ കുറേ കാലമായിട്ട് പോകാതിരുന്നിട്ട് ഇനി പോകുന്നവർക്കും ഒരു നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും ഈ ഒരു വീഡിയോ. അതുപോലെ ശബരിമലയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്ക് വീണ്ടും ആ സ്ഥലങ്ങൾ കാണാനുള്ളൊരു അവസരം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, വെളുപ്പിന് 3:30 ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ തന്നെ അവിടുത്തെ ലിഫ്റ്റിൽ കയറിയാൽ മതി. ലിഫ്റ്റ് നേരെ താഴെ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ KSRTC ബസ് അവിടെ ഉണ്ടാവും. നമ്മൾ നേരെ അതിലോട്ട് കയറിയാൽ മതി. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ സന്നിധാനം വരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ലിഫ്റ്റ് കയറി അതേ പൊസിഷനിലൊക്കെ നിന്നാൽ മതി. കാരണം നമ്മൾ കയറുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന സെയിം ഡോറ് തന്നെ തുറക്കും. ആ ഡോറ് വഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. KSRTC ബസ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. ബസ് ഫുള്ളായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ബസ് എടുക്കുന്നതാണ്. ബസ് എടുക്കുന്ന സമയത്ത് അടുത്ത ബസ്സും അവിടെ വന്നിട്ടുണ്ടാവും. കയറിയ ഉടൻ തന്നെ ബസ് സ്റ്റാർട്ട് ചെയ്തു. ബസ് ഇവിടുന്ന് ഡയറക്റ്റ് പമ്പയിലേക്കാണ്. സമയം ഇപ്പോൾ 6 മണിയോട് അടുക്കുകയാണ്. ബസ് ഇപ്പോൾ പമ്പയ്ക്കടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല തണുത്ത കാലാവസ്ഥയാണ്. നല്ല രീതിയിൽ മൂടൽമഞ്ഞൊക്കെ ഉണ്ട്. ബസ്സിൽ നിന്നിറങ്ങി ഇനി പമ്പയിലേക്ക് നടക്കുകയാണ്. നമ്മളീ കാണുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പമ്പയിലേക്കുള്ള വഴി. അതിരാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പും മൂടൽമഞ്ഞൊക്കെ ഉണ്ട്. നമുക്ക് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം മരത്തിൻ്റെ മുകളിൽ മൂടൽമഞ്ഞ് നിൽക്കുന്നത്. ശബരിമലയിൽ വരുന്ന ഓരോരുത്തരും എൻ്റെ അനുഭവമാണ്. അതായത് നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും നമുക്ക് തോന്നും നമ്മൾ ആദ്യമായിട്ട് വരുന്നൊരു ഫീലാണ്. അപ്പോൾ അങ്ങനെ പമ്പയിലേക്ക് നടക്കുകയാണ്. ഈ സ്റ്റെപ്പ് വഴി നമ്മൾ താഴേക്കാണ് പോവേണ്ടത്. ഈ വഴി എത്തുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു വഴിയുണ്ട്. ആ വഴിയിൽ കൂടെ നമുക്ക് ഇറങ്ങിപ്പോകാം. സാധാരണ KSRTC വഴി വരുന്നവരാണ് ഈ ഒരു വഴി യൂസ് ചെയ്യണത്. അതിന് കാരണം ഒന്നേ ഉള്ളൂ, KSRTC ഇവിടം വരെ വരുന്നുണ്ട്. പ്രൈവറ്റ് വണ്ടികൾ കൂടുതലും ഇവിടെ വരാറില്ല. കുറച്ച് മുമ്പെത്തിയിട്ട് അവിടെ നിന്ന് വളഞ്ഞു പോകാറാണ് പതിവ്. ഇതൊരു വനമേഖല ആയതുകൊണ്ട് പാർക്കിംഗ് സ്ഥലങ്ങൾ പരമാവധി കുറവായിരിക്കും. എല്ലാ സ്ഥലത്തും കൃത്യമായി ലൈറ്റൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വലത് സൈഡിൽ കാണുന്നത് പമ്പാ നദിയാണ്. നമുക്ക് ഈ ഗ്രിൽസിൻ്റെ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് അയ്യപ്പന്മാരും അതുപോലെ മാളികപ്പുറവും കുഞ്ഞയ്യപ്പന്മാരൊക്കെ അവിടെ നിന്ന് കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാം. നമ്മൾ പമ്പ മുതൽ സന്നിധാനം എത്തുന്നത് വരെ, അതുപോലെ നമ്മൾ പോകുന്ന വഴിയിൽ തിരിച്ചും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൈഡിൽ ഇതുപോലെ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നമുക്ക് കാണാം കേട്ടോ. അതുകൊണ്ട് നമ്മൾ വെള്ളം കുപ്പിയിൽ കൊണ്ടുപോകണമെന്നൊന്നുമില്ല. എല്ലാ സ്ഥലത്തും നമുക്ക് ഈ ഒരു സൗകര്യം സൗജന്യമായിട്ട് തന്നെ കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് പമ്പാ നദി ക്രോസ് ചെയ്യുന്ന പാലം. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ കാണാൻ കാര്യങ്ങളൊക്കെ. ഭക്തരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. എല്ലാവരും പമ്പാ നദിയെ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. കുറേ പേര് സെൽഫി എടുക്കുന്നുണ്ട്. അത്യാവശ്യം വെള്ളവും ചെറിയ രീതിയിൽ ഒഴുക്കൊക്കെ ഉള്ളൊരു സമയമാണത്. നമ്മൾ ഇറങ്ങി വന്ന ആ ഒരു പാലമാണ് നിങ്ങളീ കാണുന്നത്. പമ്പയിലെത്തിക്കഴിഞ്ഞാൽ എല്ലാ അയ്യപ്പന്മാർക്കും വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് ടോയ്ലറ്റാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ബിൽഡിങ്ങുകളോ, ഈ സ്ട്രെയിറ്റായിട്ട് കാണുന്ന ഈ സെൻട്രൽ ഭാഗത്ത് കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം ടോയ്ലറ്റുകളാണ്. ഒരുപാട് ടോയ്ലറ്റ്സ് ഉണ്ട്. ഇതാണ് പമ്പാ നദിയുടെ പ്രത്യേകത. ജലനിരപ്പ് പെട്ടെന്ന് ഉയരാൻ സാധ്യതയുള്ളൊരു നദിയാണ്. നമ്മളെപ്പോഴും അധികൃതരുടെ ആ ഒരു നിർദ്ദേശങ്ങൾ പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് ഭക്തന്മാർ നദിയിൽ കുളിക്കുന്നത് കാണാം. പിന്നെ ഇപ്പോൾ ഒരു മഞ്ഞ കയർ അവർ കെട്ടിയിട്ടുള്ളത് ഉള്ളിലോട്ട് ആൾക്കാർ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. ഈ സമയത്ത് അല്പം ഒഴുക്ക്, ചെറിയ രീതിയിൽ ഒഴുക്കുണ്ടായിരുന്നൊരു സമയമാണ്. പിന്നെ ഈ പമ്പയാറ്റിലെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. ഞാൻ വന്ന ഈ സമയത്ത് നല്ല തെളിഞ്ഞ വെള്ളമാണ്. വെള്ളമൊക്കെ നല്ല തണുപ്പാണ്. നല്ല സൂപ്പർ വെള്ളമാണ്. പണ്ടത്തെ പോലെയൊന്നുമല്ല, പമ്പാ നദിയൊക്കെ ഭയങ്കര ക്ലീനാണ്. അതിൻ്റെ തെളിവ് നിങ്ങൾക്ക് കാണാം. ഒരുപാട് മീനുകൾ നമുക്ക് നേരിട്ട് തന്നെ കാണാം. ഇതിനു മുമ്പ് പല പ്രാവശ്യം വന്നിട്ട് ഇന്നേ വരെ പമ്പാ നദിയിൽ ഇങ്ങനെ മീനുകൾ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇനി കുളിയും കഴിഞ്ഞിട്ട് നേരെ സന്നിധാനത്തേക്ക്. അങ്ങനെ പമ്പയിൽ നിന്ന് കുളിയെ കഴിഞ്ഞു സന്നിധാനത്തേക്ക് നടക്കുകയാണ്. സന്നിധാനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. ബാക്കിയൊക്കെ നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാനായിട്ട് പമ്പയിൽ തന്നെ ഒരു സൂപ്പർ ക്ലോക്ക് റൂം ഉണ്ട് കേട്ടോ. അത് നമ്മൾ
ഈ ഒരു വഴിയിലൂടെ ഉള്ളിലേക്ക് കയറി മുകളിലാണത് കൊടുക്കേണ്ടത്. ഞാനത് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ സാധനങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ച് സന്നിധാനത്തേക്ക് നടക്കുകയാണ്. ചിങ്ങമാസം 2-ാം തീയതിയാണ് ഞാൻ ശബരിമലയ്ക്ക് പോകുന്നത്. അതുകൊണ്ടായിരിക്കും ഇവിടെ തിരക്ക് വളരെ കുറവാണ്. സാധാരണ മണ്ഡലപൂജ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാകുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഞാൻ മുന്നേ പറഞ്ഞതാണ്, നമ്മൾ സന്നിധാനത്തേക്ക് പോകും വഴിയിൽ എല്ലാ സ്ഥലത്തും സൗജന്യമായിട്ട് കുടിവെള്ളം വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ഒരു കുടിവെള്ളത്തിൻ്റെ ഒരു ടാപ്പ് കാണുന്നുണ്ട്. ജസ്റ്റ് വെറുതെ ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ വെള്ളം ഉണ്ടോ എന്ന് നോക്കാം. എന്തായാലും വെള്ളമുണ്ട്. അങ്ങനെ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഇവിടുത്തെ ഒറിജിനൽ ശബ്ദം തന്നെയാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കുന്നത്. ഞാനായിട്ട് ഒരു ശബ്ദവും മാറ്റുന്നില്ല. അതായത് ഒറിജിനൽ ശബ്ദം നിങ്ങൾക്ക് കേട്ടാൽ മാത്രമേ നമ്മൾ ഇതുവഴി ഒറിജിനലായിട്ട് നടന്നു പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഈ ഒരു ശബ്ദം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന സുഹൃത്തുക്കളെ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കുക. കുറച്ച് ദൂരം നടന്ന് മുന്നിലെത്തിയപ്പോഴും ഇവിടെ ഒരു നടപ്പന്തലൊക്കെ ഉണ്ട്. മഴയൊക്കെ വന്നാലും നമുക്ക് നനയാതെ നടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ്. നല്ല വൃത്തിയിലൊക്കെ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. മുകളിൽ ഫാനുണ്ട്, രാത്രി ലൈറ്റുണ്ട്, പിന്നെ തറയൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത സ്ഥലമാണ്. നമുക്ക് വളരെ സുഖമായിട്ട് തന്നെ മുന്നോട്ട് നടക്കാൻ പറ്റും. എന്തായാലും ഇവിടെയൊക്കെ നല്ല രീതിയിലൊരു ചേഞ്ച് കാണുന്നുണ്ട് കേട്ടോ. വളരെ നല്ലൊരു മാറ്റമാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ അതേപോലെ ശബരിമലയിൽ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണ് പമ്പാ നദിയിൽ മുഴുവൻ ഈ ഉപേക്ഷിച്ച വസ്ത്രങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഉപേക്ഷിച്ച വസ്ത്രങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും പമ്പാ നദി കുറച്ചുകൂടെ നീറ്റ് ആൻഡ് ക്ലീനാണ്. എന്തായാലും മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ നടപ്പന്തലും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സൈഡിൽ നിങ്ങൾ കാണുന്ന ഈ കസേരകൾ അറിയാമല്ലോ, ഡോളിയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒതുക്കി വെച്ചൊക്കെയാണ്. ആളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകും. അതായത് നമ്മൾ നല്ലൊരു ക്യാഷ് കൊടുക്കേണ്ടി വരും. ക്യാഷ് കൊടുത്തിട്ടാണ് സന്നിധാനം വരെ അവർ ചുമന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പ് വഴി നമ്മൾ മുകളിലോട്ട് പോകുന്നതാണ്. പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ സന്നിധാനത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വഴി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. എല്ലാവരും കർപ്പൂരം ഒഴിഞ്ഞാണ് മുകളിലോട്ട് കയറുന്നത്. ഓക്കെ, അപ്പോൾ ഞാനും ഒന്ന് കർപ്പൂരം തൊട്ട് തൊഴുതുകൊണ്ട് മുകളിലോട്ട് കയറുകയാണ്. ഞാനീ വരുന്ന സമയത്ത് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമാണ് നമുക്ക് ഈ വഴിയിൽ കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് മുകളിലാണ് പമ്പ ഗണപതി ക്ഷേത്രം. ഇപ്പോൾ ഇടത് സൈഡിൽ കൂടെ കാണുന്ന വഴി നമ്മൾ സന്നിധാനത്തേക്ക് പോകുന്നതാണ്. വലത് സൈഡിൽ കാണുന്ന പടികൾ സന്നിധാനത്ത് നിന്ന് ദർശനം കഴിഞ്ഞ് വരുന്ന സ്വാമിമാർ വരുന്ന വഴിയാണത്. അപ്പോൾ അങ്ങനെ പമ്പ ഗണപതി ക്ഷേത്രം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് പമ്പ ഗണപതി ക്ഷേത്രം. ഇവിടെ ക്യാമറ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാത്രമേ ഞാൻ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ളൂ. ശബരിമലയിൽ കെട്ട് നിറയ്ക്കാതെ വരുന്ന സ്വാമിമാർക്ക് കെട്ട് നിറയ്ക്കാനുള്ള സൗകര്യം ഗണപതി ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്താണ്. അതായത് ബാക്ക് സൈഡിൽ ഇവിടെയാണ് അതിനുള്ള കെട്ടുനിറ മണ്ഡപം ഉള്ളത്. കെട്ട് നിറയ്ക്കുന്നതിനായിട്ട് ഈ കൗണ്ടറിൽ നിന്ന് നമ്മൾ 300 രൂപയുടെ കൂപ്പൺ എടുക്കുക. കൂപ്പൺ എടുത്തതിന് ശേഷം ഈ കെട്ടുനിറ മണ്ഡപത്തിലേക്ക് പോയാൽ മതി. അവിടെ കെട്ട് നിറയ്ക്കാനുള്ള എല്ലാ സംവിധാനവും ഗുരുസ്വാമിയൊക്കെ അതിനുള്ളിലുണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് സന്നിധാനത്ത് ഉടയ്ക്കാനുള്ള തേങ്ങ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമുക്ക് അതിനുള്ളിൽ നിന്ന് കിട്ടും. അങ്ങനെ പമ്പ ഗണപതി ക്ഷേത്രം കഴിഞ്ഞു സന്നിധാനത്തേക്ക് പോവുകയാണ്. ഇതാണ് സന്നിധാനത്തേക്ക് പോകുന്ന വഴി. ശബരിമല ഒരു പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. അതുകൊണ്ട് നമ്മൾ അനാവശ്യമായിട്ട് പ്ലാസ്റ്റിക് കുപ്പികളൊന്നും കയറ്റാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അത് നമുക്ക് സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമുക്ക് പമ്പയിൽ നിന്നൊക്കെ വാങ്ങാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ സന്നിധാനത്തു നിന്ന് വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. പിന്നെ ഇവിടുത്തെ വഴിയൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ കാണുന്നത് നല്ല ഗ്രാനൈറ്റാണ് ഇവിടെ തറയിൽ പതിച്ചിട്ടുള്ളത്. നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട്. അതായത് തെന്നാത്ത രീതിയിൽ, കാലിന് അധികം വേദനയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ വഴികളൊക്കെ ഞാൻ കാണുന്നത്. അങ്ങനെ സന്നിധാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡോളി വരുന്നുണ്ട് വല സൈഡിൽ. കുറേ സ്വാമിമാർ ഒരു പക്ഷേ മല ചവിട്ടിയിട്ട് വന്നിരിക്കുന്നതാവാം. ഇവിടെ ഇങ്ങനെ സൈഡിൽ വഴിയിൽ നിൽപ്പുണ്ട്. കുറച്ച് പേര് സൈഡിൽ കരിക്ക് കുടിക്കാൻ വേണ്ടിയൊക്കെ നിൽപ്പുണ്ട്.
എന്തായാലും നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. മഴ അല്പം മാറി നിൽക്കുന്നുണ്ട്. എന്തായാലും കാലാവസ്ഥയൊക്കെ നല്ല അനുകൂലമാണ്, വെയിലുമില്ല. നമുക്ക് നല്ല രീതിയിൽ മല ചവിട്ടാനുള്ള ഒരു എന്താ പറയുക, പ്രകൃതി ഇങ്ങനെ നല്ല രീതിയിൽ അലിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സൈൻ ബോർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിന്നാണ് നമ്മൾ സന്നിധാനത്തേക്ക് പിരിയുന്ന 2 വഴികളുള്ളത്. ഇടത് ഭാഗത്ത് കാണുന്നത് നീലിമല വഴി കയറിപ്പോകുന്ന വഴി, വല സൈഡിൽ കാണുന്നത് അയ്യപ്പൻ റോഡാണ്. ഞാനെന്തായാലും നീലിമല വഴിയാണ് പോകുന്നത്. സാധാരണ ഏറ്റവും കൂടുതൽ ആൾക്കാർ നീലിമല വഴിയാണ് സന്നിധാനത്തേക്ക് പോകുന്നത്. ദർശനം കഴിഞ്ഞ് വരുന്നവർ കൂടുതലും അയ്യപ്പൻ റോഡ് വഴിയാണ് വരാറുള്ളത്. പിന്നെ സന്നിധാനത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന ട്രാക്ടറുകളൊക്കെ അയ്യപ്പൻ റോഡ് വഴിയാണ് സാധാരണ പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. വഴിയിൽ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട്. പണ്ട് വന്നതുപോലെയല്ല, ഒരുപാട് മാറ്റമുണ്ട്. ഇവിടെയും തറയൊക്കെ നല്ല ലെവൽ ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു സ്ഥലത്തു നിന്നാണ് നീലിമല തുടങ്ങുന്നത്. ഇവിടെ നീലിമല ബോട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ നീലിമല ബോട്ടത്തു നിന്ന് സന്നിധാനത്തേക്ക് നടക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു കയറ്റമൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കയറ്റം തുടങ്ങുന്ന സ്ഥലമാണ്. ഒരു തിരക്ക് കുറഞ്ഞൊരു സമയമാണ്. സാധാരണ തിരക്കൊക്കെ ഉള്ള സമയത്ത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ആൾക്കാർ നിറഞ്ഞു പോകുന്ന വഴികളാണ്. ഒരുപാട് പേര് മല ചവിട്ടി ഇറങ്ങി വരുന്ന സ്വാമിമാരും ഒരുപാട് കാണുന്നുണ്ട്. നല്ല കയറ്റമുള്ള വഴിയാണെങ്കിലും ഈ വഴികളൊക്കെ നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട്. നല്ല ഗ്രാനൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. സ്വാമിമാർക്ക് വളരെ സുഖകരമായി അല്ലെങ്കിൽ അധികം ബുദ്ധിമുട്ടില്ലാതെ കയറാവുന്ന രീതിയിൽ വലിയൊരു മാറ്റം ഈ ഭാഗത്തൊക്കെ ഞാൻ കാണുന്നുണ്ട്. ചെറിയ സ്റ്റെപ്പും പിന്നെ ഒരു വഴി പോലെയൊക്കെ ഉള്ളൊരു സംഭവം. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്തൊക്കെ മാറ്റിയിട്ടുണ്ട്. സാധാരണ ഇവിടെയൊക്കെ ഒരുപാട് പേര് തളർന്ന് വഴിയുടെ സൈഡിൽ നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിലും വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തും വല സൈഡിൽ നമുക്ക് കുടിവെള്ളം വെച്ചിട്ടുള്ളത് നമുക്ക് കാണാം. ഈ ഭാഗത്ത് കുറച്ച് തിരക്ക് പോലെ കാണുന്നുണ്ട്. നീലിമല ഭാഗങ്ങളിൽ കുറച്ച് കയറ്റം കൂടി വരുന്ന സ്ഥലങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുറച്ച് കാര്യമായ കയറ്റമുണ്ട്. പിന്നെ ഈ വഴിയുടെ വലത് സൈഡിൽ കോൺക്രീറ്റ് വഴി തന്നെയാണ്. ഇടത് സൈഡിലാണ് ഈ ഗ്രാനൈറ്റ് പതിപ്പിച്ചിട്ടുള്ളതായിട്ട് ഇപ്പം ഞാൻ കാണുന്നത്. ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെയാണ് കേട്ടോ. വലത് സൈഡിൽ കോൺക്രീറ്റ് ആണ്. പിന്നെ ഇവിടെയും വലത് സൈഡിൽ ഈ കുടിവെള്ളമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, വലത് സൈഡിൽ നമുക്ക് കാണാം. പിന്നെ സൈഡിൽ ഇവിടെ ഇടത് സൈഡിലും കുടിവെള്ളമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൈഡിൽ സ്വാമിമാർ ചെറുതായിട്ടൊന്ന് വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണത്. വിശ്രമിക്കാനുള്ള എല്ലാ സംവിധാനവും എല്ലാ സ്ഥലത്തും അറേഞ്ച് ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ മഴയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നനവും ഒക്കെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ കാണുന്നുണ്ട്. പിന്നെ നീലിമല ഭാഗത്ത് തന്നെ ഒരു കാർഡിയോളജി സെൻ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈൻ ബോർഡാണ് നമ്മൾ വലത് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ വലത് സൈഡിൽ കോൺക്രീറ്റ് ആണ്, ഇടത് സൈഡിൽ ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ ഇടത് സൈഡിൽ കാണുന്നത്. കോൺക്രീറ്റ് ആണെങ്കിൽ നമുക്ക് നടന്നു പോകാൻ പറ്റുന്നൊരു രീതിയാണ്. എനിക്കങ്ങനെയാണ് കേട്ടോ, ഞാൻ എൻ്റെ ഒരു ഫീലാണ് പറയണത്. മറ്റുള്ളവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം നീലിമല ടോപ്പ് എത്തി എന്ന് പറയാം, എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മണ്ഡലപൂജ സമയം അല്ലാത്തതുകൊണ്ടാണ് തിരക്ക് വളരെ കുറഞ്ഞിരിക്കുന്നത്. മണ്ഡലപൂജ സമയത്ത് ഇപ്പോൾ ഈ വഴിയിലൊക്കെ ശരണം വിളിയുടെയൊക്കെ ഒരു ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. അത്രയ്ക്കൊരു പ്രത്യേകതയാണ് ഈ മണ്ഡലപൂജ സമയത്തുള്ള യാത്ര. ഇപ്പോൾ നമ്മൾ ഇടതുവശത്ത് കാണുന്ന ഈ ഒരു ബിൽഡിങ്ങാണ് ഇവിടുത്തെ കാർഡിയോളജി സെൻറ്റർ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു സ്ഥലം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറിയാൽ മതി. ട്രീറ്റ്മെൻറ്റൊക്കെ സൗജന്യമാണ്. നമ്മളിപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ നീലിമല ടോപ്പ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നീലിമല ടോപ്പിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെയും ഷീറ്റ് ഇട്ടിട്ടുണ്ട്, തറയിൽ ഗ്രാനൈറ്റ് ഉണ്ട്, ഒരു സൈഡ് കോൺക്രീറ്റ് ഉണ്ട്, പിന്നെ കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയും സൗജന്യ കുടിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, അതിനുള്ള സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെയും വഴിയൊക്കെ നല്ല രീതിയിലാണ്, ഗ്രാനൈറ്റൊക്കെ ഉണ്ട്. ഒരു സൈഡ് കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഇടതുവശത്ത് നിങ്ങൾ കാണുന്നത് വലിയൊരു ടോയ്ലറ്റാണ്. മുകളിലോട്ട് വരുന്തോറും പല സ്ഥലങ്ങളിലും ഇതുപോലെ ഷീറ്റിട്ട സ്ഥലങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. നടന്നു പോകുന്ന വഴിയിൽ നമ്മൾ ഇടത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇത്രയും നല്ല ഭംഗിയാണ് ആ ഒരു വനത്തിൻ്റെ
ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ ഇവരൊക്കെ മല ഇറങ്ങി വരുന്ന ആൾക്കാരാണ്. ഇവിടെയും നല്ല രീതിയിൽ വഴിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡ് കോൺക്രീറ്റാണ്, അതുപോലെ മറു സൈഡ് ഗ്രാനൈറ്റാണ്. നമുക്ക് വളരെ സുഖകരമായിട്ട് പോകുന്നൊരു വഴി തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഉള്ളത്. ഗ്രാനൈറ്റ് ഇവിടെയും ഇങ്ങനെയാണ്, അതായത് പുറത്ത് ഈ പോളിഷ് ചെയ്ത ഗ്രാനൈറ്റ് അല്ല. അതായത് നമുക്ക് നടക്കുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടത്തക്ക രീതിയിലാണ് ഈ ഒരു ഗ്രാനൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ക്ഷീണമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കൈവരിയുണ്ട്, അതായത് സ്റ്റീൽ പൈപ്പിൽ കൈവരിയൊക്കെ തീർത്തിട്ടുണ്ട്, നമുക്കതിൽ പിടിച്ച് മുന്നോട്ട് പോകാം. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ഓക്സിജൻ പാർലർ, അതുപോലെ മെഡിക്കൽ എമർജൻസി, ഇതിൻ്റെയൊക്കെ നമ്പരും സൈൻ ബോർഡുകളൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മളിതൊക്കെ ശ്രദ്ധിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഹെൽപ്പ് നമുക്ക് തരുന്നതാണ്. പിന്നെ ഈ ഒരു ഭാഗത്തും നിങ്ങൾക്ക് ഇടതുവശത്ത് ഒരു കുടിവെള്ളം, സൗജന്യ കുടിവെള്ളത്തിൻ്റെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കാണാം. പിന്നെ ഇവിടെയും വഴിയുടെ മുകളിൽ ഷീറ്റ് വധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മഴയായാലും വെയിലായാലും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും. ഇപ്പം നമ്മൾ കാണുന്ന സ്ഥലം അപ്പാച്ചിമേട് ബോട്ടമാണ്. ഇവിടെയാണ് കുറച്ച് കാര്യമായ ഒരു കയറ്റം അനുഭവപ്പെടുന്ന സ്ഥലം. ഇവിടുന്ന് കുറച്ച് കയറ്റമാണ്, ഇവിടുന്ന് തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ കുറേ കൂടെ കാര്യമായ ഒരു കയറ്റം. നമ്മൾ വന്ന വഴിയും കയറ്റം തന്നെയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് ഇങ്ങനൊരു ബോർഡ് കണ്ടത്, സൗജന്യ ഔഷധ കുടിവെള്ളം. എന്തായാലും ഇത് ഒരു ഗ്ലാസ് കുടിക്കാൻ തീരുമാനിച്ചു. ഞാൻ കുടിച്ചു നോക്കി, വളരെ നല്ല വെള്ളമാണ്. അതായത് നമുക്ക് കുടിക്കാൻ ആവശ്യമായ ചൂടിൽ തയ്യാറാക്കിയിട്ടുള്ളൊരു വെള്ളമാണത്. അങ്ങനെ അപ്പാച്ചിമേട് കഴിഞ്ഞ് മുന്നോട്ട് നടക്കുകയാണ്. ഇപ്പോൾ ഏകദേശം അപ്പാച്ചിമേട് ടോപ്പ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെയാണ് ഉണ്ട വഴിപാട് നടത്തുന്ന സ്ഥലം. നമ്മൾ ഉണ്ട വാങ്ങിയിട്ട് മുകളിൽ നിന്ന് താഴോട്ട് എറിയുന്നതാണ്. കുറച്ച് മുകളിലൊരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് ആൾക്കാരിങ്ങനെ താഴോട്ട് എറിയുന്ന കാണാം. ഇവിടെ എഴുതിയിട്ടുണ്ട് ഉണ്ട വഴിപാട് എന്ന് ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഉണ്ട വാങ്ങേണ്ടത്. ഉണ്ട വാങ്ങിയിട്ട് ഇവിടെ നിന്ന് താഴോട്ട് എറിയുകയാണ്. ഇതിപ്പോൾ ആൾക്കാരിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുക, വലിയൊരു കുഴി പോലെ കാണുന്നൊരു സ്ഥലമാണ്. നമ്മൾ പോലീസിൻ്റെയൊക്കെ നിർദ്ദേശം നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. കാരണം ഈ സൈഡിൽ ഗ്രിൽസിൽ നിന്നൊക്കെ നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ വലിയ കുഴിയിലായിരിക്കും ഒരുപക്ഷെ നമ്മൾ വീണ് പോകുന്നത്. അങ്ങനെ ഉണ്ട വഴിപാട് സ്ഥലം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടാണ്. പിന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച, എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ലഘുഭക്ഷണം നമുക്ക് കിട്ടും. ചായയോ കടിയോ കോഫിയോ അതുപോലെ നാരങ്ങ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും സാധനം നമുക്ക് എല്ലാ സ്ഥലത്തും കിട്ടും. അതുകൊണ്ട് നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോഴൊരു സൗജന്യ കുടിവെള്ളത്തിൻ്റെ ഒരു പോയിൻ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടുത്തെ സ്ഥലം നിങ്ങൾ കണ്ടല്ലോ, വഴിയിൽ ഷീറ്റൊക്കെ പതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഗ്രാനൈറ്റ് തന്നെയാണ്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെയും കണ്ടോ ഇതുപോലെ സൈഡിൽ ഗ്രിൽസ് വെച്ചിട്ടുണ്ട്. നമുക്കതിൽ പിടിച്ചൊക്കെ നടക്കേണ്ട സൗകര്യമുണ്ട്. എൻ്റെ മുന്നിലൊരു കുഞ്ഞു മാളികപ്പുറം പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ വളരെ സന്തോഷവതിയായിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇടതുവശത്ത് കാണുന്നത് ആ പഴയ സ്റ്റെപ്പുകളാണ്. അതായത് മുന്നേ ഉണ്ടായിരുന്ന വഴിയാണത്. അത് ആ സ്റ്റെപ്പുകൾ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ വലത് സൈഡിൽ ഗ്രാനൈറ്റ് പതിച്ച വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നല്ല കയറ്റമാണ്. പിന്നെ നിങ്ങൾക്ക് ആ വഴി കാണുമ്പോൾ മനസ്സിലാവും, വഴി രാവിലെ ആ ഒരു മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുകളിൽ നമുക്ക് കാണാം. നല്ല മൂടൽമഞ്ഞും അതുപോലെ ഇതൊരു മലയുടെ മുകൾ ഭാഗം ആയതുകൊണ്ട് നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, അയ്യപ്പന്മാർ കൂടുതലും ഷർട്ടൊന്നും ഇടാതെ പോകുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മളെ ശരീരത്ത് ഈ തണുപ്പൊന്നും ബാധിക്കില്ല, നല്ല ചൂടായിരിക്കും. നമ്മൾ നടന്ന് ആ ഒരു പ്രത്യേകതരം ഒരു സുഖമാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നടക്കുകയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ അപ്പാച്ചിമേട് ടോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പാച്ചിമേട് ടോപ്പൊക്കെ കുറച്ച് ഹൈറ്റുള്ള സ്ഥലങ്ങളാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇവിടെ സ്റ്റെപ്പാണ്. നമ്മൾ അപ്പാച്ചിമേട് തുടങ്ങുന്ന സ്ഥലം ഇങ്ങനെ സ്റ്റെപ്പുള്ള സ്ഥലങ്ങളായിരുന്നു.
സ്റ്റെപ്പ് ഇവിടെയും നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ഫ്രണ്ടിൽ പോകുന്ന മാളികപ്പുറത്തിന് അല്പം ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷേ രക്ഷയില്ല, പുള്ളിക്കാരി ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്, സൈഡിൽ നിന്ന് തണ്ണിമത്തനൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല നല്ല കാഴ്ചകൾ കാണാം. ചിലർ വിശ്രമിക്കുന്നത് കാണാം. ചിലർക്ക് ഇതൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ ശരണം വിളിച്ചുകൊണ്ട് വഴിയിലൂടെ നല്ല ഫാസ്റ്റായിട്ട് നടന്നു പോകുന്ന കാഴ്ചയെ നമുക്ക് കാണാം. അങ്ങനെ അപ്പാച്ചിമേട് ടോപ്പ് കഴിഞ്ഞു, നമ്മൾ മുന്നോട്ടാണ്. നമ്മൾ ഈ കയറി വരുന്ന ഒരു കയറ്റം മനസ്സിലാവണമെങ്കിൽ ഒന്ന് താഴോട്ട് നോക്കിയാലേ മനസ്സിലാവും. കണ്ടോ, എത്ര ദൂരത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ നടന്നു വരുന്ന ഒരു ഫീല്, ഒരു കാഴ്ച. അതാണ് ഇവിടുത്തെ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. കുറച്ച് പേരൊക്കെ സൈഡിൽ വിശ്രമിക്കുന്നത് കാണാം. ബാക്കിയുള്ളവരൊന്നും നോക്കുന്നില്ല, മുന്നോട്ട് നടക്കുകയാണ്. നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ നടന്ന് മുന്നോട്ട് പോവുകയാണ്. മിക്കവാറും സ്ഥലത്ത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡുകൾ നമുക്ക് കാണാം. നമ്മളീ പോകുന്ന സ്ഥലങ്ങളൊന്നും അനാവശ്യമായി മലിനമാക്കരുത് എന്ന് വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗത്തും നല്ല വഴികൾ തന്നെയാണുള്ളത്. ഇവിടെ കുറച്ചുകൂടെ കയറ്റം മാറിയിട്ടുണ്ട്. കയറ്റം മാറി വഴിയിൽ മിക്കവാറും സ്ഥലത്ത് ഫുൾ ഗ്രാനൈറ്റ് തന്നെയാണ്. പിന്നെ മുകൾ ഭാഗം ഇവിടെയും ഷീറ്റ് തന്നെയാണ്. സൈഡിൽ വഴിയോര കച്ചവടക്കാരുണ്ട്. നല്ല തണുത്ത തണ്ണിമത്തൻ ജ്യൂസും അതുപോലെ സലാഡ്, കുക്കുംബറും ഒക്കെ സൈഡിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ക്ഷീണത്തിൻ്റെ കാര്യത്തിലൊന്നും ആരും ടെൻഷൻ ആവണ്ട, നമുക്കിതൊക്കെ മേടിച്ച് കഴിച്ച് മുന്നോട്ട് പോകാം. പിന്നെ നല്ല വറുത്ത കടലയുണ്ട്, അതും വിൽക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇവിടുന്ന് വാങ്ങി കഴിക്കുന്ന കടലയും അതുപോലെ ഈ തണ്ണിമത്തനൊക്കെ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്കിവിടെ മാത്രമേ കിട്ടൂ കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇവിടെയും കയറ്റം കുറച്ച് കുറവാണ് കേട്ടോ. കയറ്റം കുറവെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഇറക്കമെന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഇറക്കമൊന്നുമില്ല, ചെറിയൊരു ഇറക്കമാണ്. നമ്മൾ ഈ അപ്പാച്ചിമേട് ടോപ്പ് കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി ആ ഒരു കയറ്റം ശരിക്കും അവസാനിക്കുകയാണ്. അപ്പാച്ചിമേട് ടോപ്പ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്ന പ്രധാനപ്പെട്ട സ്ഥലം ശരംകുത്തിയാണ്. നമ്മൾ ഏകദേശം ശരംകുത്തിക്കടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരംകുത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരംകുത്തിയുടെ പ്രത്യേകത അറിയാമല്ലോ, നമ്മൾ ശരം വഴിപാട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ശരം വാങ്ങിയിട്ട് നമുക്കവിടെ ശരം അർപ്പിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കൊളുത്തി വയ്ക്കാറുണ്ട്, അതായത് കുത്തി വയ്ക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ശരം വഴിപാടിൻ്റെ പ്രത്യേകത. അപ്പോൾ ശരം വഴിപാട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ശരം വാങ്ങേണ്ട കൗണ്ടറാണ് നമ്മൾ ഈ ഇടത് സൈഡിൽ കാണുന്നത്. ഇവിടെ നിന്ന് വാങ്ങിയിട്ട് കുറച്ച് മുന്നിലോട്ടാണ് നമ്മൾ പോവേണ്ടത്. നമ്മൾ പോകുന്ന വഴിയുടെ സൈഡിലാണത് ആ ശരം വഴിപാട് നമ്മൾ ചെയ്യേണ്ട സ്ഥലം. അത് കുറച്ചുകൂടെ മുന്നിലായിട്ട് ഇടതുവശത്തായിട്ട് വരും. ഞാനത് മനഃപൂർവ്വം അത് വീഡിയോയിൽ കാണിക്കാത്തതാണ്, കാരണം അത് നിങ്ങൾ നേരിട്ട് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഇടത് സൈഡിലാണ് കൃത്യമായിട്ട് പറഞ്ഞ ആ ശരം വഴിപാട് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ശബരി പീഠമാണ്. ശരിക്കും പറഞ്ഞാൽ ശബരി പീഠം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ കയറ്റമെല്ലാം കഴിഞ്ഞു. പിന്നെ ഏകദേശം ഒരു നിരന്ന സ്ഥലമാണ് നമ്മൾ സന്നിധാനം എത്തുന്നത് വരെ. ശബരി പീഠമൊക്കെ എത്തുന്ന സമയത്ത് ഒട്ടുമുക്ക ആൾക്കാർ നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കുറച്ചു കാലം മുമ്പും ഇതുപോലെ ഷീറ്റിട്ട പാതയൊക്കെ ആയിരുന്നു. വഴിയുടെ മുകളിൽ ഷീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഷീറ്റ് കാണുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹോട്ടൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വഴിയിൽ വിശ്രമിക്കാം. പിന്നെ വിശ്രമിക്കാമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പോകുന്ന വഴിയിൽ സൈഡിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് കുറേയൊന്നും കാണിക്കാത്തതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വിശ്രമിക്കുന്നവർക്ക് വിശ്രമിക്കാം. അതുപോലെ എല്ലായിടത്തും ലൈറ്റ് ഫുഡും ഫ്രൂട്ട്സും കിട്ടുന്ന സംവിധാനം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു തരത്തിൽ നമ്മൾ ടെൻഷനൊന്നും ആവേണ്ടതില്ല. അങ്ങനെ ശബരി പീഠം വഴിയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാ സ്ഥലത്തും ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേസ്റ്റ് കൃത്യമായിട്ട് നിക്ഷേപിക്കാനുള്ള ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ പലരും അവിടെ ഇടാറില്ല.
എന്നാലും മിക്കവാറും സ്വാമിമാർ അതിൻ്റെ അകത്ത് വേസ്റ്റൊക്കെ കളയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേസ്റ്റൊക്കെ കൃത്യമായിട്ട് തന്നെ അവിടേക്ക് നിക്ഷേപിച്ച് മുന്നോട്ട് പോകാം. പിന്നെ ഇവിടെ പല സ്ഥലത്തും കാണുന്ന മറ്റൊരു കാര്യം, ഇവിടെ എല്ലായിടത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് സൗജന്യ ഔഷധ കുടിവെള്ളമുണ്ട്. അത് ഇവിടെ കുറേ ആൾക്കാർ ഇത് വെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുപ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലോട്ട് അവർ വെള്ളം ഒഴിച്ച് തരുകയും ചെയ്യും കേട്ടോ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പോകുന്ന വഴിയിൽ ഒട്ടുമിക്ക സ്ഥലത്ത്, എനിക്കത് നേരത്തെ കാണിക്കാൻ പറ്റില്ല, മൊബൈൽ ചാർജിങ് പോയിൻറ്റുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മൊബൈലിൽ ചാർജ് തീർന്നെന്ന് പറഞ്ഞാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല. നമുക്കവിടെ വിശ്രമിക്കുന്ന സ്ഥലം ഈ പോകുന്ന വഴിയിൽ കണ്ടോ, ഈ സൈഡിൽ നമുക്ക് വിശ്രമിക്കാം. ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അതുപോലെ നമുക്കവിടെ ഇരിക്കുകയും ചെയ്യാം. മൊബൈലൊക്കെ ചാർജ് ചെയ്ത് വളരെ മനസമാധാനമായിട്ട് സന്തോഷത്തോടുകൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സ്ഥലത്തും ഇവിടെ അറേഞ്ച്മെൻറ്റ്സുകൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ശബരി പീഠം വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വഴി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് സ്ട്രെയിറ്റ് കാണുന്ന വഴി മുൻപ് ഉണ്ടായിരുന്ന വഴിയാണ്. ആ വഴി ഇപ്പോഴും ആൾക്കാർ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ വന്ന സമയത്ത് അതുവഴി ആൾക്കാരെ ഒന്നും കടത്തി വിടുന്നില്ലായിരുന്നു. കാരണം ഇതൊരു തിരക്കുറഞ്ഞ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ കുറച്ചുകൂടെ മുന്നിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു അണ്ടർപാസ് കാണാം. ഈ അണ്ടർപാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴേന്ന് കണ്ട അയ്യപ്പൻ റോഡ് വന്ന് ചേരുന്ന സ്ഥലം ഇതാണ് കേട്ടോ. അതൊരു കോൺക്രീറ്റൊക്കെ പതിപ്പിച്ചൊരു റോഡ് പോലത്തെ ഒരു വഴിയാണത്. നമുക്കത് വ്യക്തമായിട്ട് തന്നെ കാണാം. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലാണ്, ഞാനത് തിരിച്ച് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. കണ്ടോ, അവിടെ പമ്പയിലോട്ട് പോകാൻ വേണ്ടി ഒരു ആരോ കാണിച്ചിട്ടുണ്ട്. പമ്പ എന്ന് എഴുതിയിട്ട് ഒരു ആരോ ചിഹ്നം. അതുവഴി ആൾക്കാർ മുകളിലോട്ട് വരുന്നുണ്ട്. അതായത് അയ്യപ്പൻ റോഡ് വഴി വരുന്ന ആൾക്കാരാണത്. പിന്നെ ഇതുവഴി ആൾക്കാർ സാധാരണ സന്നിധാനത്ത് വന്നിട്ട് ആൾക്കാർ തിരിച്ച് ഇറങ്ങുമ്പോൾ ആ വഴിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇപ്പോഴും നോക്കിയിരുന്നാലും കുറേ അയ്യപ്പന്മാരും മാളികപ്പുറമൊക്കെ ആ വഴിക്ക് പോകുന്ന നമുക്ക് കാണാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി സന്നിധാനത്തേക്ക് കയറ്റമൊന്നുമില്ല. ഇതുപോലെ ഏകദേശം ഒരു നിരന്ന വഴിയാണ് നമുക്ക് ഇനി കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലമാണ് മരക്കൂട്ടം. അപ്പോൾ ഇത് പേര് പോലെ തന്നെ കംപ്ലീറ്റ് മരങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ കറക്റ്റൊരു കാനന പാത നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇടത് സൈഡിൽ കുറച്ച് താഴ്ചയുള്ള സ്ഥലമാണ്. അവിടെ എന്താ പറയുക, വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രൊട്ടക്ഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇടത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ വഴിയൊക്കെ നല്ലൊരു കോൺക്രീറ്റ് റോഡാണ്. വളരെ നല്ല റോഡാണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നടന്നു പോകാൻ പറ്റുന്ന ഒരു റോഡാണ്. സമയം ഇപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. 8:10. തിരക്ക് വളരെ കുറവാണ് കേട്ടോ. ആൾക്കാർ അങ്ങോട്ട് കയറുന്നതുകൊണ്ട് അതുപോലെ തിരിച്ചിറങ്ങുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ടോയ്ലറ്റൊക്കെ ധാരാളമുണ്ട്. അതുകൊണ്ട് നമ്മളാരും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു വഴിയുടെ മറ്റൊരു പ്രത്യേകത, ഒരു സൈഡ് നല്ല കുഴിയാണ്, മറ്റേ സൈഡാണെങ്കിൽ നല്ല ഉയരമുള്ള സൈഡും കൂടെയാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് പോകേണ്ടത്. അതായത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലൊരു ശ്രദ്ധ ആവശ്യമാണ്. പിന്നെ ഈ ഒരു വഴിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വലിയ മരങ്ങളെയൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്നൊരു വഴിയാണ്. നമുക്കൊരു വനത്തിനുള്ളിലൂടെ നടക്കുന്നൊരു ഫീല് നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടും. നമ്മളിപ്പോൾ ഏകദേശം സന്നിധാനത്തിനടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്നിധാനം വരെ ഇതേ ടൈപ്പ് റോഡാണ് നമുക്കിനി കാണാൻ പറ്റുന്നത്. മുമ്പോട്ട് വന്നപ്പോൾ വീണ്ടും ഒരു കുടിവെള്ളത്തിൻ്റെ ഒരു പോയിൻ്റ് നമുക്ക് കാണാം. മരക്കൂട്ടം കഴിഞ്ഞ് സന്നിധാനം എത്തുന്നവരെ വളരെ കുറച്ച് കടകളും അതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാരും വളരെ കുറഞ്ഞൊരു ഏരിയ ആണ്. ശബരിമല ഒരു വനമേഖലയാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകാനെന്ന് പലയിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നിങ്ങൾ കാണുന്നത്. വഴിയുടെ സൈഡിൽ ഒരു കുഞ്ഞു മരത്തിൻ്റെ മുകളിലൊരു ചെറിയൊരു പാമ്പാണ് നിങ്ങൾ കണ്ടത്. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അതായത് ഇത്തരത്തിൽ പലപ്പോഴും നമുക്ക് മരത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പാമ്പുകളൊക്കെ ഉണ്ടാവാം. അതുപോലെ നിങ്ങൾ കണ്ടോ, കുരങ്ങന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ കുരങ്ങന്മാരൊക്കെ ഒരുപക്ഷെ നമ്മളെ അറ്റാക്ക് ചെയ്യാനോ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷണ സാധനം ഉണ്ടെന്നൊക്കെ വിചാരിച്ച് നമ്മളെ ഏതെങ്കിലും രീതിയിലൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ചേക്കും. അപ്പോൾ അതുകൊണ്ടാണ് പല സ്ഥലത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം വന്യമൃഗങ്ങൾക്ക് നമ്മളെ ഭക്ഷണം കൊടുക്കരുത് എന്നൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ മിക്കവാറും സ്ഥലങ്ങളിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. പരമാവധി ഇത് ശ്രദ്ധിച്ച് വരാൻ നോക്കണ്ട. ഒരുപാട് കുരങ്ങന്മാരുണ്ട്. വേറൊരാൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കുരങ്ങൻ ആരെയും ഉപദ്രവിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. എന്തായാലും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോവുക എന്നാണ് എനിക്കും പറയാനുള്ളത്. നമ്മളിപ്പോൾ സന്നിധാനത്തിൻ്റെ വളരെ അടുത്തെത്തിയിട്ടുണ്ട്.
സന്നിധാനത്തേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത് ഇത്തരം ട്രാക്ടർ വഴിയാണ്. അപ്പോൾ നമ്മൾ സന്നിധാനത്ത് എത്തിയിരിക്കുകയാണ്. ദോ ഒരു ഷീറ്റ് പാകിയ ഒരു സ്ഥലം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ സ്ഥലത്താണ് നമ്മൾ ആ മരക്കൂട്ടം എത്തുന്നതിന് മുമ്പ് ഞാൻ ഒരു വഴി പറഞ്ഞിരുന്നു, ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് പോയി കഴിഞ്ഞാൽ വരുന്നൊരു വഴിയാണെന്ന്. ആ വഴി ഈ ഒരു ഭാഗത്താണ് ഒന്ന് ചേരുന്നത്. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സന്നിധാനത്തേക്ക് നടക്കുകയാണ്. എല്ലാ സ്വാമിമാരും അല്ലെങ്കിൽ എല്ലാ അയ്യപ്പന്മാരും നടന്ന് കഷ്ടപ്പെട്ട് കാല് തളർന്ന് ഈ ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ഇവർക്കൊരു എനർജി അങ്ങോട്ട് വരും. പിന്നെ ഒരു വല്ലാത്തൊരു എനർജിയാണ്. അതായത് സന്നിധാനം എത്തിക്കഴിഞ്ഞ് നമ്മളിത് മുന്നോട്ട് പോവുകയാണ്. ഈ സ്ഥലമൊക്കെ നമുക്ക് ഇത്രയും വ്യക്തമായിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം ഇത് മണ്ഡലപൂജ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സമയത്ത് വളരെ തിരക്ക് കുറവാണ്. അതുകൊണ്ട് വളരെ നന്നായി ഈ സ്ഥലമൊക്കെ കണ്ട് മനസ്സിലാക്കി തന്നെ നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ സന്നിധാനത്തിൻ്റെ കൂടുതൽ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നടപ്പന്തലിൻ്റെയൊക്കെ പ്രത്യേകത അറിയാമല്ലോ. കാരണം ഇത് ശബരിമല സീസൺ സമയങ്ങളിലൊക്കെ ഈ നടപ്പന്തലിനുള്ളിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഈ കയറൊക്കെ കെട്ടിയിട്ട് ഇത്ര ആൾക്കാരെ മാത്രമേ ഒരു നിശ്ചിത ടൈമിനുള്ളിൽ തുറന്നു വിടുകയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെയാണ്. അതായത് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഇവിടെ ഇപ്പോൾ തിരക്കൊന്നും അങ്ങനെ കാണുന്നില്ല. എന്തായാലും തിരക്കില്ലാതെ ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യം പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെയൊക്കെ നമ്മൾ മണിക്കൂറുകൾ ക്യൂ നിന്ന് പോയ സ്ഥലങ്ങളാണ്. നമ്മളിപ്പോൾ സന്നിധാനം എത്തിയിട്ടുണ്ട്. ഈ ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഇരുമുടി കെട്ടില്ലാതെ 18-ാം പടി ചവിട്ടരുത് എന്നൊരു ബോർഡ് അവിടെ കാണുന്നുണ്ട്. അതായത് എല്ലാ നിർദ്ദേശങ്ങളും ഇവിടെ എല്ലാ സ്ഥലത്തും വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയും തിരക്കില്ല. കംപ്ലീറ്റ് സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞു. 18-ാം പടിയുടെ മുന്നിൽ നമ്മളത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വ്രതശുദ്ധിയോടെ കാത്തിരുന്ന് കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് മല ചവിട്ടി ഇവിടെ എത്തുന്നത്. ഈ ഒരു പടിക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിൽ കാണുന്നത് 18-ാം പടിയാണ്. ഈ ആൽമരത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് 18-ാം പടിയും സന്നിധാനമൊക്കെ വ്യക്തമായിട്ട് കാണാം. ഇപ്പോൾ ഈ ആൽമരത്തിൻ്റെ ഇടത് സൈഡിൽ ഈ ഗിൽസിട്ട് മറച്ചിരിക്കുന്നതാണ് ആഴി. 18-ാം പടി കയറുന്നതിന് മുമ്പ് അടിക്കാനുള്ള തേങ്ങയൊക്കെ ഈ ഒരു സ്ഥലത്തു നിന്നാണ് എല്ലാവരും എടുത്ത് കയ്യിൽ വെച്ച് റെഡിയാവുന്നത്. ഇവിടെ നിന്നാണ്. ഇവിടുന്ന് നമ്മൾ നേരെ കാണുന്നത് 18-ാം പടിയാണ്. ഇതാണ് ശബരിമല സന്നിധാനമാണ് നിങ്ങൾ ഈ കാണുന്ന ഈ സ്ഥലം. ഇനി ഞാൻ 18-ാം പടി ചവിട്ടാൻ പോവുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ. തിരക്കൊന്നും ഇല്ലായിരുന്നു. വളരെ സമാധാനത്തിൽ വളരെ സന്തോഷത്തോടുകൂടെ 18-ാം പടി ചവിട്ടാൻ സാധിച്ചു. അങ്ങനെ മുകളിൽ ഞാൻ എത്തി. ഇനി ദർശനത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. നിങ്ങളീ കാണുന്നത് ദർശനം കഴിഞ്ഞതിന് ശേഷം സ്വാമിമാർ സൗജന്യമായി ലഭിക്കുന്ന വെള്ളം കുടിക്കുന്നതാണ്. ഞാനിത് കാണിക്കാൻ കാരണം ശബരിമല ഒരു പുണ്യ പൂങ്കാവനമാണ്. ഇവിടെ നമുക്ക് അനാവശ്യമായിട്ട് പ്ലാസ്റ്റിക് കുപ്പികളൊന്നും കൊണ്ടുവരാതിരിക്കാം. ഇവിടെ കുടിവെള്ളമൊക്കെ വളരെ നല്ല രീതിയിൽ സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇനി നമുക്ക് ദർശനം കഴിഞ്ഞിട്ട് കാണാം. ദർശനം കഴിഞ്ഞു. വളരെ നല്ലൊരു ദർശനമായിരുന്നു. വളരെ സുഖകരമായൊരു യാത്രയായിരുന്നു. ഇതിലെടുത്തു പറയാനുള്ളത് ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാവരും വളരെ സൗമ്യമായി സ്നേഹത്തോടുകൂടെ പെരുമാറുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അതിൽ മറ്റൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ക്യൂ നിന്ന സമയത്തും ആ ക്യൂവിലും കുടിവെള്ളം കൊണ്ട് തന്നു വന്നത് വളരെയേറെ സന്തോഷകരമായൊരു കാഴ്ചയായിരുന്നു. പിന്നെ ഇതാണ് ശബരിമലയിലെ മഹാകാണിക്ക കൊടുക്കുന്ന സ്ഥലം. ഒരുപാട് ആൾക്കാർ കാണിക്ക കൊടുക്കുന്ന ഒരു സ്ഥലമാണിത്. സുഹൃത്തുക്കളെ, അതുപോലെ ശബരിമല സന്നിധാനത്തിൽ മറ്റൊരു മഹാത്ഭുതം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നൊരു സംഭവമാണ് ശബരിമലയിലെ അന്നദാന മണ്ഡപം. ഏഷ്യയിലെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപമാണ് ശബരിമലയിലുള്ളത്. ഇത് 2021 ജനുവരി 14 മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഒരുമിച്ച് ഏകദേശം 3000 പേർക്കോളം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുള്ളത്. ശബരിമലയിലെത്തുന്ന എല്ലാവർക്കും വളരെ അനുഗ്രഹമാണ് ഈ ഒരു അന്നദാന മണ്ഡപം. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്തരം വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.